ഹായ് ഫ്രണ്ട്സ് ആയിട്ട് പോവാം. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഓടി പോയായിരുന്നു. ഹീറോയിൻ ഇടിച്ചായിരുന്നു. ഇങ്ങനെ പറയായിരുന്നു, ഞാൻ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് എന്ന് പറയായിരുന്നു. എനിക്ക് ബാങ്ക്സൺ ഓക്കെ പറഞ്ഞു. എന്നെ റോസ് പറയായിരുന്നു. ഞാനൊക്കെ പ്രപ്പോസ് ഞാൻ ഓക്കെ പറഞ്ഞ് അവനക്കൊരു ക്യൂട്ട് ഒരു പറഞ്ഞിട്ട് വന്നതാ എന്ന് പറയുന്നു. എന്ന് പറയായിരുന്നു. എന്തൊക്കെ ഡ്രീമിൽ ഒരാളെ മാത്രമേ ഞാൻ കണ്ടായിരുന്നു. ഇനി ബാക്കി 6 പേരെ കണ്ടുപിടിക്കണം. അവർ ഒരുപാട് കമ്മിറ്റായി ഞാൻ എന്ത് ചെയ്യൂടി എന്നെ ജോലിയോട് സാഡായിട്ട് പറയായിരുന്നു. സാരമില്ലടി, നീ ടെൻഷനൊന്നും വെക്കണ്ട, ഒരാളല്ലേ കണ്ടത്. അതേ മച്ചി, നീ ഉറപ്പാ നീ പറഞ്ഞു. അതെടി, അവൻ്റെ പേര് സോക്ജിന്നാണ്. എന്ത് സോക്ജിന്നാ? എന്തടി? നീ പോയി കണ്ടുപിടി പറയായിരുന്നു. ശരി, നീ പേര് പറഞ്ഞത്, നീ ബാക്കി മെമ്പേഴ്സിൻ്റെ 7 പേരെ പേര് പറ എന്നെ പേരെല്ലാം പറഞ്ഞായിരുന്നു. ശരി, അവരുടെ ലുക്ക് എല്ലാം പറയും, എന്നെ ഫുള്ള് പറഞ്ഞു കേട്ടാൽ. ശരി, നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഇടാൻ തുടങ്ങിയായിരുന്നു. അതിനവിടെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ അങ്ങനെ ഒരാളെ ആൻസർ നടന്നവരായിരുന്നു. അതിനായിട്ട് ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിനെ പിടിച്ചായിരുന്നു. എനിക്ക് കേട്ട് എന്നെ ആൻസർ പറയും. അതിൽ ആ പെണ്ണിനെ പിടിച്ചായിരുന്നു. ഇത് പേര് പറഞ്ഞായിരുന്നു. അതേ ഷുഗൻ അറിയോ? സുഖ പ്രൊഫസറാ. ക്യൂട്ടായി ഇങ്ങനെ എടുക്കും, ഇങ്ങനെ പൊറുകുന്നത്. ഒരു മിനിറ്റ് വാ എന്ന് പറഞ്ഞു. ഇവരുടെ പേര് മിന്നുങ്കി എന്ന് പറഞ്ഞു. ഇത് ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് റോസക്ക് ഷോക്കും ജോക്ക് ഷോക്കായിരുന്നു. എന്താ ഇവ പറഞ്ഞതെല്ലാം ശരിയല്ലോ, എത്ര ക്ലാസ് പഠിപ്പിക്കുന്നത്? അത് നിങ്ങളെ ക്ലാസ്സാ, ഇന്ന് വന്നിട്ടില്ല സാർ എന്ന് പറയുന്നു. ഷോക്കായിരുന്നു. നെക്സ്റ്റ് പേര് പറഞ്ഞായിരുന്നു. ജേഹോപ്പ് സാറാ. ഇത് ജേഹോപ്പ് സാർ, പിന്നെ ജേഹോപ്പ് ഇങ്ങനെ പേര് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ഷോക്കായിരുന്നു. പിന്നെ ഇവരെ പേര് പ്രൊഫസർ. കറക്റ്റ്, ഇവരുടെ പേര് പേര് പറഞ്ഞായിരുന്നു. അത് ഷോക്കായിരുന്നു. എല്ലാവരും പേര് പറഞ്ഞു. എല്ലാവരും ഫുള്ള് പോയിട്ട് അറിഞ്ഞു വന്നു. അവർ 2 പേർക്ക് തലയിൽ ഇടി വീണായിരിക്കായിരുന്നു. മച്ചേ അത് ഹീറോയിൻ പറഞ്ഞ എനിക്കറിയായിരുന്നു. മച്ചി, നീ പറഞ്ഞവർ ശരിക്കും ഉണ്ടടി എന്ന് പറയായിരുന്നു. ഇപ്പം നമുക്ക് ക്ലാസ് വരാൻ പോവാം എന്ന് പറഞ്ഞു. ആരാ അത്, നീ കണ്ടുപിടി എന്ന് പറയായിരുന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് വന്നായിരുന്നു. സ്റ്റുഡൻസ് തിരിഞ്ഞു നോക്കുമ്പോൾ അതെ, നമ്മൾ ഹാരം വന്നിരുന്നു ക്ലാസ് എടുക്കായിരുന്നു. ഇവിടെ ഷോക്കായിരുന്നു. മച്ചി, ഇത് ഹാറും ഇത് കേട്ട് 2 പേർക്ക് വായ്പൂടി വീടാൾക്കായി. എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ച? മച്ചി, എനിക്ക് ഡ്രീം വന്നത് ഇവനാ എന്ന് പറയുന്നത്. അയ്യോ അത് പറഞ്ഞു അവർ കരയാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഓരോ നാളും വന്നായിരുന്നു. ഇങ്ങനെ ഹീറോയ്ക്ക് വേറെ ക്ലാസ് പോകുമ്പോൾ അവർ മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആന്ന് അവർ ഹീറോയിൻ നോക്കി ഒരുമാതിരി ഒരു ചിരിച്ചിരി പോയിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അതെ, ഹീറോയ്ക്ക് ഇങ്ങനെ സെക്കൻഡ് ഇയർക്ക് എത്തിയായിരുന്നു. സെക്കൻഡ് ഇയർക്ക് കഷ്ടപ്പെട്ട് എത്തിയായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട്സിക്ക് 2 പേർക്ക് മാരേജ്. അതെ, ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സിക്ക് മാരേജ് ചെയ്യാൻ പോകായിരുന്നു. ഒരു പാർട്ടിയായിരുന്നു. അങ്ങനെയായിട്ട് പോകായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ വില്ലേജിക്ക് വന്നായിരുന്നു. അതെ, 2 പേർക്ക് മാരേജ്. അതെ, ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഫസ്റ്റ് ജോക്ക് മാരേജ് ആകാൻ പോകുന്നത്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ജോൻ്റെ മാരേജ് നന്നായിട്ട് നടത്തായിരുന്നു. ജോ പറയായിരുന്നു, മച്ചി ഞാൻ ഫ്രണ്ട്സിനെ കൂടെ ഡുവേറ്റ് പാടാൻ പോവാ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് കടുപ്പെത്തിയായിരുന്നു. അങ്ങനെ ജോക്ക് മാരേജ് ആയിരുന്നു നന്നായിട്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളെ റോസുക്ക് മാരേജ് ആയി. റോസ് പറയണം, മച്ചി എനിക്ക് മാരേജ് ആയി, നിനക്ക് മാരേജ് ചെയ്യുന്ന റോസ് പറഞ്ഞു. പോടി, അങ്ങനെ ഏതോ നടക്കാൻ പോവാ, റിയൽ നടക്കും മച്ചി, എനിക്കറിയോ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനായിട്ട് മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. അങ്ങനായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം അവർ പറയായിരുന്നു, ഞങ്ങൾ ട്രിപ്പ് പോവാൻ ഇങ്ങനെ റെഡിയാ മച്ചി എന്ന് പറഞ്ഞു. ഉറത്തിയായിരുന്നു. എന്താ മച്ചി? എണീടി, നിനക്കിന്ന് മൈലഞ്ച് വെക്കണോ? എന്താ മച്ചി, നൈറ്റ് മൈലഞ്ച് വെച്ചായിരുന്നു. മച്ചി മൈലഞ്ച് അല്ലടി, ഇത് വെക്കണമെന്ന് പറയായിരുന്നു. എന്താ മച്ചി പറയുന്നു? ഇല്ലടി, ഞാൻ ഇന്ത്യ സൈസ് നോക്കിയതായിരുന്നു. നെയിം വെച്ചായിരുന്നു. എടി, നിനക്കിപ്പോൾ എന്താ പ്രശ്നം? റെഡി ആവടി മണ്ടി, ഇന്ന് ഫങ്ഷനാ. എന്ത് ഫങ്ഷൻ? ഡ്രസ്സ് ഇടണ്ടേ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഡ്രസ്സ് ഇട്ട് റെഡിയാക്കായിരുന്നു. എന്തിനിടെ ഇത് കോമഡി കാട്ടുന്നേ? ഫങ്ഷന് വാ ഞാൻ പറഞ്ഞു. ഹീറോയിൻ റെഡിയാക്കി വന്നായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഹീറോയിൻ വെളിയിൽ വന്ന് ഇറങ്ങി നോക്കുമ്പോൾ കുറച്ച് വീച്ചേഡ് മാതിരിയുണ്ട്. അങ്ങനെയായിട്ട് 7 ബോയ്സ് ഉണ്ടായിരുന്നു മാസ്ക് ഇട്ടിട്ടുണ്ട്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായി. എന്താണ് ഇവിടെ മാസ്ക് ഇട്ടിട്ടുള്ളത്? അത് നിനക്ക് മനസ്സിലാവും എന്ന് പറയുന്നത്. ജോ ഒരു മാസ് സ്മൈൽ ചെയ്തായിരുന്നു. ജോനെ നോക്കാം, റോസ് ഒരു മാസ് സ്മൈൽ ചെയ്യായിരുന്നു. ഇവർക്ക് 2 പേർക്ക് ലൂസ് പിടിച്ചോ എന്ന് പറഞ്ഞ് ഹീറോ വെഡ്ഡിങ് ഡ്രസ്സ് ഇട്ട് പോയി അവിടെ നിന്നായിരുന്നു.
അങ്ങനെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ കേട്ടായിരുന്നു എന്നൊക്കെ ഒരു മാരേജ് കഴിക്കുമെങ്കിൽ സമ്മതമാണോ? ഹീറോയ്ക്ക് എന്തോ തിരിച്ചറിയില്ല. ഓക്കെ പറഞ്ഞായിരുന്നു. അവരുടെ പാട്ടൊന്നും പേരൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു ഹീറോയി. എന്തോ ഒരു കോമഡി ഓക്കെ എന്ന് പറയായിരുന്നു ഹീറോയി. എല്ലാം ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു അമ്മ. ഏതോ ടെൻഷൻ ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് നടന്നായിരുന്നു. അങ്ങനായിട്ട് അവർ അതെ ക്രിസ്ത്യൻ സൈസ് മാരേജ്, വില്ലേജ് സൈഡ് മാരേജായി. നെക്സ്റ്റ് ക്രിസ്ത്യൻ സൈസ് മാരേജ് പറഞ്ഞ വില്ലേജിലല്ല, ട്രഡീഷണൽ മാരേജ് ആയിരുന്നു. സിറ്റിയിൽ വന്നായിരുന്നു. ഹീറോയ്ക്ക് അവർ വീടൊന്നും കണ്ടില്ലായിരുന്നു. അവർ പറഞ്ഞ സർപ്രൈസ് ആവട്ടെ. ഹീറോയ്ക്ക് എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞ് കണ്ടിക്കാതെ ഹീറോയി പോയായിരുന്നു, ഉറങ്ങായിരുന്നു. അങ്ങനെ വന്ന് എണീച്ച് രാവിലെ നോക്കുമ്പോൾ ഇത് ഏതടി മച്ചി, ഇത് സിറ്റി സൈഡ് മച്ചി എന്ന് പറയായിരുന്നു. അതിന് വെഡ്ഡിങ് ഡ്രസ്സ് വൈറ്റ് ഡ്രസ്സ് ഇട്ടായിരുന്നു ഹീറോയി വന്നായിരുന്നു. പിന്നെ ഹീറോയുടെ അച്ഛൻ്റെ അടുത്തോണ്ട് വന്ന് വിളിച്ചോണ്ട് വന്ന് അവനെ എഴുത്തിയായിരുന്നു. അവനിപ്പോൾ പേര് പറയുമ്പോൾ ഹീറോയ്ക്ക് ഒരു മാതൃമായ ഷോക്കായിരുന്നു. ഇത് ഇവിടെ കേട്ട മതിയാണോ, എനിക്ക് തോന്നുന്നതാ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ജിന്ന് വന്നു ഹീറോയ്ക്ക് മാരേജ്. എന്നിട്ട് എനിക്ക് കിസ് അടിച്ച് പോയിരുന്നു ഹീറോയ്ക്ക്. എനിക്കെന്താ ജിന്നിന് മാറി കാണുന്ന കണ്ണുക്ക്, എനിക്കെന്തോ ഡ്രീം വരുന്ന ഹീറോയിൻ്റെ മിയാൻ്റെ മനസ്സിൽ. അങ്ങനെ ഓരോ നാൾ കിസ് അടിച്ച് പോയി ഹീറോയി. എനിക്കെന്താ പ്രാന്ത് പിടിച്ചോ എന്ന് ഹീറോയിൻ്റെ മനസ്സിലിരിക്കുക. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് മച്ചി എനിക്കെന്താ ഡ്രീം മാറി തോന്നുക, ബായ് മൂടടി എന്നാ നൈറ്റായിരുന്നു, പോടി റൂമിക്ക് പോ. എന്താ ഇത് ഡ്രസ്സ്? ഈ ഡ്രസ്സിലിട്ടോ ഒരു ഷോർട്ട് ഡ്രസ്സായിരുന്നു. ഹീറോയി പറയുന്നു മച്ചി ഇതെന്നെ ഷോർട്ട് ഡ്രസ്സ്, പോടി നാളെ വരുമോ ഇല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒരു വാർണി ചിരിച്ചിട്ട് പറഞ്ഞ് അവർ പോയിരുന്നു രണ്ട് ഫ്രണ്ട്സ്. ഒന്നും മനസ്സിലായില്ല എന്താ പറഞ്ഞേ. അങ്ങനെ ഹീറോയി റൂമിലേക്ക് വന്നായിരുന്നു. റൂം നോക്കുമ്പോൾ ലൈറ്റ് എന്താ ലൈറ്റില്ലേ, ലോക്ക് ചെയ്ത് തിരിഞ്ഞ് നോക്കും ലൈറ്റ് കത്തിയായിരുന്നു. 7 പേരോട് ഇരുന്നിട്ട് ഹീറോയിനെ ഒരു മാസം സ്ട്രക്ചർ നോക്കായിരുന്നു. ഹീറോയ്ക്ക് അയ്യോ 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 എന്താ ഇത് എനിക്ക്. അപ്പോൾ ജിന്നടിച്ച് വന്നു ഹീറോയെ പിടിച്ചായിരുന്നു. ടച്ച് ചെയ്യുമ്പോൾ ഷോക്കായിരുന്നു. നിങ്ങൾ നേരാണോ? ഞാൻ നേരെന്ന് എന്താ ഇത്ര വെച്ച് ഡ്രീം നിറച്ച് പോയോ? അത് ചിന്ന കേസ് ആയിരുന്നു. ഹീറോയി വിട വിട എന്ന് പറയും. എങ്ങനെ നിങ്ങൾ മാരേജ് കഴിച്ച? ഞാൻ നിങ്ങൾ സ്റ്റുഡൻസ് ഇതിന് മുറക്കായിരുന്നു. എന്താ സ്റ്റുഡൻസ് ഞങ്ങൾക്ക് പറയാതെ ഒരേ കടിക്കടിച്ചായിരുന്നു. അയ്യോ കടിച്ച് ഞങ്ങൾക്ക് പറയാം എന്താ സ്റ്റുഡൻസ് ആണോ? നിനക്ക് ഡ്രീം മാറി ഞങ്ങൾക്ക് ഡ്രീം വന്നായിരുന്നു.